ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മന്തി. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ മന്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. വെൽക്കം ടു ദ വീഡിയോ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഒരു ചിക്കൻ മന്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ വൈറ്റ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും വൈറ്റ് സെല്ല റൈസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അരി കുതിർക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ചിക്കൻ മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അത്യാവശ്യം വലിപ്പമുള്ള 8 പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനിൽ മസാല പിടിക്കുന്നതിന് വേണ്ടി ഒരു ഫോർക്ക് വെച്ച് നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം. ഫോർക്കില്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ച് വേണമെങ്കിലും കുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് മന്തിയുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റിൽ 2 ക്യൂബുകളാണ് ഉള്ളത്. 2 ക്യൂബ് നമുക്ക് കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് പൊടിച്ച് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിക്കാത്തത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത്, 3/4 ടീസ്പൂൺ ഗരം മസാല, പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള ഏലക്ക 6 എണ്ണം, 1/4 കപ്പ് മല്ലിയില, 1 ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തത്. ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം ചിക്കനിൽ അലിഞ്ഞു ചേരാനുള്ളതാണ്. അടുത്തതായി ഒരു ഉണക്ക നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചിക്കൻ മന്തിയുടെ ചിക്കൻ്റെ അതേ കളർ കിട്ടുന്നതിന് വേണ്ടി 1 സ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന മാഗി ക്യൂബിൽ ഉപ്പുള്ളതിനാൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന മാഗി ക്യൂബും ഇൻഗ്രീഡിയൻസും എല്ലാം ചിക്കനിലും ഓയിലിലും എല്ലാം ചേർന്ന് വരുന്നതിന് വേണ്ടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ചിക്കൻ ഇനി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് അത്യാവശ്യം വലിയൊരു പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പാത്രം തന്നെയാണ് നമ്മളിനി ദം ചെയ്യാനായിട്ടും ഉപയോഗിക്കേണ്ടത്. ഒരേ പാത്രമാണ് രണ്ടിനും ഉപയോഗിക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ചിക്കൻ പീസുകൾ ഇതുപോലെ ഒന്നിനൊന്ന് മുകളിൽ ചേരാതെ വിധം നിരത്തി വയ്ക്കുക. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഏകദേശം 20 മിനിറ്റ് സമയം വേണ്ടി വരും. ആദ്യത്തെ 3 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം തീ മീഡിയം ഫ്ലെയിമിലും ഇട്ട് ചിക്കൻ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിക്കുന്നതിന് വേണ്ടി 15 കപ്പ് വെള്ളം ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം വെച്ച് 80% അരി വെന്തതിന് ശേഷം അരി ഊറ്റി കോരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്കി ദമ്മിലിരുന്ന് വേവും. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 ഉണക്ക നാരങ്ങ എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മാഗി ക്യൂബ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന സെല്ല റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
സെല്ല റൈസ് അരി വേകുന്നതിന് സാധാ ബിരിയാണി റൈസ് വേകുന്നതിനേക്കാൾ സമയമെടുക്കും. അതിനാൽ നമുക്കൊരു 10 മിനിറ്റ് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പീസുകൾ തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ മുഴുവനും തിരിച്ചിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അരി വേകുന്ന സമയത്തിനുള്ളിൽ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അരി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. റൈസ് ഏകദേശം 80-85% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഓയിലും ഉണക്കനാരങ്ങയും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഊറ്റി മാറ്റി വെച്ച ചോറ് ചൂടോടുകൂടി തന്നെ ദം ചെയ്യുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കുക. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മന്തിയുടെ അതേ കളർ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ റെഡ് ഫുഡ് കളർ കുറച്ച് ചേർക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളർ ഓപ്ഷണലാണ്. മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി പാലിൽ കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു ഭംഗിക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ കോരി മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കി ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ചോറ് നിരത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിനൊപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉണക്ക നാരങ്ങ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക് നെടുകെ കീറിയത് ഇതുപോലെ കുത്തിവെച്ച് കൊടുക്കുക. പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി വെക്കുന്നത് ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ഒരു സ്മോക്കി ഫ്ലേവർ മന്തിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രം ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ചാർക്കോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് അടച്ചു കൊടുക്കാം. അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുക. ഇതിനി 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വരെ അടപ്പ് തുറക്കരുത്. ദം ചെയ്യാൻ വെച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചോറെല്ലാം വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി മസാലയുടെയും ഓയിലിൻ്റെയും ഫ്ലേവർ ചോറിൽ കിട്ടുന്നതിന് വേണ്ടി ചോറ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറിലുള്ള ചിക്കൻ പീസുകൾ ആദ്യം നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ചോറ് മിക്സ് ചെയ്തെടുക്കാം. ചോറ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ പീസുകൾ ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വളരെ സ്വാദിഷ്ടമായ ചിക്കൻ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നിങ്ങൾക്കും വീട്ടിൽ ചിക്കൻ മന്തി തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.